മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ കാട്ടുതേൻ വിൽക്കാൻ മാർഗമില്ലാതെ ഗോത്ര ഊരുകളിലെ കുടുംബങ്ങൾ വലയുന്നു. വനംവകുപ്പും പട്ടികവർഗ സൊസൈറ്റികളും തേൻ സംഭരണം നിർത്തിയതാണ് അവരുടെ പ്രതിസന്ധിക്ക് കാരണമായത്. നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇതുമൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇപ്പോൾ ഗുണമേന്മയുള്ളതും വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതുമായിട്ടുള്ള തേനാണ് കാട്ടുതേൻ. എന്നാൽ നിലവിൽ ഇപ്പോൾ കാട്ടുതേനും ആവശ്യക്കാരില്ലാതായിരിക്കുകയാണ്. നിലമ്പൂരിലെ വനമേഖലകളിൽ നിന്നും കാട്ടുതേൻ ശേഖരിക്കുന്നവർ ഇതിനാൽ വിൽപ്പന നടത്താനാകാതെ വലിയ പ്രതിസന്ധിയിലാണ്. നിലമ്പൂർ വഴിക്കടവിലെ പുഞ്ചക്കൊല്ലി കോളനിയിൽ നിന്ന് മാത്രമാണ് നിലവിൽ തേൻ ശേഖരിക്കുന്നത്. ആയിരക്കണക്കിന് ലിറ്റർ തേനുകളാണ് ഗോത്ര ഊരുകളിൽ വിൽപ്പന നടത്താനാകാതെ കെട്ടിക്കിടക്കുന്നത്. ഇവിടെ നിന്ന് വാങ്ങിയ തേൻ വിൽക്കാനാകാതെ വനംവകുപ്പിന്റെ ഇക്കോ ഷോപ്പുകളിലും കെട്ടിക്കിടക്കുകയാണ്. അതിനാൽ ഇനി തേൻ ശേഖരിക്കാൻ ആകില്ലെന്ന നിലപാടിലാണ് വനംവകുപ്പ്. 4000 ലിറ്റർ തേനാണ് ഇക്കോ ഷോപ്പുകളിൽ വിൽക്കാനായി സ്റ്റോക്കുള്ളത്. ഈ നിലമ്പൂർ ഏരിയയിൽ ഇഷ്ടംപോലെ തേനുണ്ട്. പക്ഷെ ആ തേൻ എടുക്കാനുള്ള കാശ് സംഘത്തിൻ്റെ കയ്യിലോ സർക്കാരിൻ്റെ സഹായത്തിനോ കിട്ടുന്നില്ല. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എത്ര തേൻ കിട്ടിയാലും ലോക്കലായിട്ട് സൊസൈറ്റി മുഖേന വിൽക്കാൻ പറ്റും. കാരണം വർഷങ്ങളായിട്ട് സൊസൈറ്റി വിറ്റ് പോകുന്നുണ്ട് ഈ കാട്ടുതേൻ. നല്ല തേനായതുകൊണ്ട് ആളുകൾ അന്വേഷിച്ച് വരും ചെയ്യുന്നുണ്ട്. പക്ഷേ സൊസൈറ്റി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫണ്ടാണ്. കരടി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഭീഷണി മറികടന്ന് ജീവൻ പണയം വെച്ചാണ് ഉൾവനത്തിലൂടെ കിലോമീറ്ററുകൾ കാൽനടയായി നടന്ന് പലരും തേൻ ശേഖരിക്കുന്നത്. മുൻകാലങ്ങളിൽ ITDP പട്ടികവർഗ കോളനികൾ കേന്ദ്രീകരിച്ച് സൊസൈറ്റികൾ മുഖേന ആദിവാസികൾ ശേഖരിക്കുന്ന മുഴുവൻ തേനും വാങ്ങിയിരുന്നു. വനസംരക്ഷണ സമിതികൾ വന്നപ്പോൾ കിലോയ്ക്ക് 500 രൂപ പ്രകാരം തേൻ ശേഖരിച്ചിരുന്നു. എന്നാൽ വിറ്റുവരവ് നിലച്ചതോടെ കഴിഞ്ഞ 3 വർഷമായി തേൻ സൊസൈറ്റികൾ ശേഖരിക്കുന്നില്ല. വന്യമൃഗങ്ങളെ ഭയന്നും ജീവൻ പണയം വെച്ചുമാണ് ഓരോ തവണയും ഉൾവനത്തിൽ പോയി ഇവർ തേൻ ശേഖരിക്കുന്നത്. എന്നാൽ ഈ തേൻ നാട്ടിലെത്തിച്ചാൽ മതിയായ പരിഗണനയോ ആവശ്യമായ തുകയോ ഇവർക്ക് ലഭിക്കുന്നില്ല. അതിനാൽ അടിയന്തരമായി ലിറ്റർ കണക്കിന് കെട്ടിക്കിടക്കുന്ന തേൻ സർക്കാർ ശേഖരിച്ച ഈ വിഭാഗത്തെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. സൊസൈറ്റികൾ ഇനിയും തേൻ ശേഖരിക്കാതിരുന്നാൽ ജീവിക്കാൻ മറ്റു മാർഗമൊന്നുമില്ലാതാകുമെന്നാണ് ഗോത്ര ഊരുവാസികൾ നമ്മോട് പറയുന്നത്. അവരുടെ ചില പ്രതികരണങ്ങൾ. പാവപ്പെട്ട ആദിവാസി കോളനികളിൽ നിന്നും അവർ ശേഖരിക്കുന്ന തേനുകൾ ഇപ്പോൾ എടുക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വനം വകുപ്പിന്റെ സൊസൈറ്റികളും മറ്റും അത് സ്വീകരിക്കാനുള്ള ഒരു നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. സൊസൈറ്റികൾ ശേഖരിക്കാത്തത് കൊണ്ട് അത് പുറത്ത് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഉപജീവനത്തിൽ പറ്റ കഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇന്ന് ആദിവാസി സമൂഹം ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു മീറ്റിങ്ങിനകത്ത് നിലമ്പൂർ FDAയുടെ കീഴിൽ ഒരു 200 കിലോ തേൻ സംഭരിക്കാനുള്ള ഒരു ഏർപ്പാട് നമുക്ക് DFO ഏർപ്പാടാക്കി തന്നിട്ടുണ്ട്. അത് പക്ഷെ നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. പണ്ട് കാലങ്ങളിൽ ആദിവാസികൾ സൊസൈറ്റികൾ എടുത്തിരുന്നു. അതിപ്പോൾ എടുക്കണില്ല. ഇപ്പം അവരെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. അതിപ്പോൾ 200 രൂപയ്ക്ക് 100 രൂപയ്ക്കൊക്കെ പുറമെ കൊടുക്കുകയാണ്. അതിനൊരു നടപടി ഉണ്ടാവണം. ഞാൻ ആദിവാസികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുമായിട്ട് ഓടുന്ന ആളാണ്. അവർക്കിപ്പോൾ ഈ കാട്ടുതേൻ ശേഖരിക്കാൻ എടുക്കാൻ സർക്കാർ തയ്യാറാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ഉഷ്ണതരംഗം കാരണം സംസ്ഥാനത്ത് റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചു എന്ന് വാർത്ത വരുന്നുണ്ട്. രാവിലെ 8 മണി മുതൽ 11 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെയാകും ഇനി റേഷൻ കടകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.